ഈ എപ്പിസോഡിൽ നമുക്ക് STD ബൂത്തിൽ കണ്ടുമുട്ടിയ ആ പ്രൊഡ്യൂസറെ ഒന്ന് പരിചയപ്പെടാം. പിന്നീടൊരു പടത്തിൽ ഞങ്ങൾ ഒന്നിച്ച് വർക്ക് ചെയ്തപ്പോൾ ചിത്രമംഗലം വാരികയിൽ വന്ന ഒരു ഫോട്ടോ ആണിത്. ഈ വലത്തെ അറ്റത്തിരിക്കുന്ന സുമുഖനായ വ്യക്തിയാണ് ശ്രീ മാർട്ടിൻ ജോസഫ് എന്ന അന്നത്തെ പ്രൊഡ്യൂസർ. ചെറുതുരുത്തിക്കടുത്തുള്ള കിള്ളിമംഗലം എന്ന സ്ഥലത്താണ് ഇദ്ദേഹത്തിൻ്റെ വീട്. അച്ഛൻ ഒരു കോൺട്രാക്ടറും അത്യാവശ്യം സാമ്പത്തിക സ്ഥിതിയൊക്കെയുള്ള വലിയൊരു തറവാട്ടുകാരൻ. ഈ മാർട്ടിൻ ജോസഫിന് 2 സഹോദരിമാരാണ്. അപ്പോൾ നല്ല രീതിയിൽ ജീവിച്ചു വന്നിരുന്നൊരു കുടുംബം. അപ്പോൾ ഇദ്ദേഹത്തിൻ്റെ ആകാര സൗകുമാര്യ സൗന്ദര്യം കണ്ടത് നാട്ടുകാരിങ്ങനെ പറയുമല്ലോ, ജയ്മോനെ, മാർട്ടിനാണെങ്കിലും ജയ്മോൻ എന്നാണ് നാട്ടുകാർ വിളിക്കുന്നത്. ജയ്മോനെ, നിനക്കൊരു നടനാവാനുള്ള ഭംഗിയുണ്ടല്ലോടാ എന്നൊക്കെ പറഞ്ഞ് കേട്ടിട്ടാവാം ഇദ്ദേഹത്തിനൊരു നടനാവാൻ മോഹമുണ്ടായി. ആ മോഹത്തിൽ നിന്നാണ് തലസ്ഥാനം എന്ന സിനിമ ചെറുതുരുത്തി പ്രദേശത്ത് ഷൂട്ടിംഗ് നടക്കുമ്പോൾ അതിൻ്റെ ലൊക്കേഷൻ ഇദ്ദേഹം സ്ഥിരമായി ക്യാമ്പ് ചെയ്യുമായിരുന്നു. അതിലെ അത്യാവശ്യം സാമ്പത്തിക സഹായങ്ങൾ വരെ ആവശ്യം വന്നപ്പോൾ ഇദ്ദേഹം ചെയ്തു കൊടുത്തു എന്നുള്ളൊരു വിവരവും എനിക്കന്നുണ്ട്. പിന്നീട് ഒരു അഭിനയമോഹം അത്ര എളുപ്പമല്ല എന്ന് മനസ്സിലാക്കിയിട്ട് അവൻ സ്വന്തമായൊരു സിനിമ നിർമ്മിച്ച് അതിലൂടെ നടനായിത്തീരുക എന്നുള്ള സ്വപ്നം കണ്ടു തന്നെയാണ് അദ്ദേഹം സിനിമാ നിർമ്മാണ രംഗത്തെക്കുറിച്ച് ആലോചിച്ചത്. ഈ സംവിധായകനായി സംവിധായകനായി VM വിനോദിനെയും അതുപോലെയുള്ള കഥാകൃത്തായി P ബാലേന്ദ്രനെയും ഒക്കെ തിരഞ്ഞെടുക്കപ്പെടാനും അല്ലെങ്കിൽ മറ്റ് താരങ്ങളെ നിശ്ചയിക്കുന്ന കാര്യത്തിലൊക്കെ എന്ത് സംഭവിച്ചു എന്നുള്ളത് ഞങ്ങൾക്കറിയില്ല. ഞങ്ങൾ പരിചയപ്പെടുന്ന എല്ലാം കഴിഞ്ഞ് ഷൂട്ടിംഗ് തുടങ്ങാൻ ഏതാനും ദിവസങ്ങൾ ബാക്കിയുള്ളപ്പോഴാണ്. അങ്ങനെ ആ ശ്യാം ടൂറിസ്റ്റ് ഹോമിൽ ഇവർ താമസിക്കുന്നിടത്തേക്കാണ് ഇദ്ദേഹത്തിൻ്റെ നിർദ്ദേശപ്രകാരം ഞങ്ങൾ എത്തിയത്. ചെന്ന വഴിക്ക് VM വിനു എന്ന ഡയറക്ടറെ ആദ്യമായി ഞങ്ങൾ കാണുകയാണ്. താടിയൊക്കെ വെച്ച് സുമുഖനായൊരു മനുഷ്യൻ. എങ്ങനെ ചിന്തിച്ചാലും ഈ സിനിമയുടെ ഷൂട്ടിംഗ് ഷൊർണൂരിൽ തീരുമാനിച്ചതാണ് ഞങ്ങളുടെ മഹാഭാഗ്യം. പരിചയപ്പെട്ട ഉടനെ കോഴിക്കോട് ഭാഷയിൽ ശ്രീ VM വിനു ഞങ്ങളോട് പറഞ്ഞു, നിങ്ങൾ രണ്ടെണ്ണം രാഷ്ട്രീയക്കാരാ, നന്നായി, ഒരു കാര്യം ചെയ്യാം, ഞങ്ങൾക്ക് ആവശ്യമുള്ള ലൊക്കേഷൻസൊക്കെ നിങ്ങളൊന്ന് നടന്ന് ഞങ്ങൾക്ക് കാണിച്ചു തരണം, അതിൻ്റെ പെർമിഷനും നിങ്ങൾ തന്നെ വാങ്ങിത്തരണം. അപ്പോൾ അത് ഒരു വലിയ സൗകര്യമായി. അപ്പോൾ നാളെ തൊട്ട് നമുക്ക് അതിനായിട്ട് ഇറങ്ങാം. എങ്ങനെ? അക്കാര്യത്തിൽ ഞങ്ങളുടെ കഴിവ് പരമാവധി തെളിയിച്ചു. ഞാനിപ്പോൾ ഓർക്കുന്നു, സിംകോ കമ്പനിയിൽ ഷൂട്ടിംഗ് ആവശ്യം വന്നു. 3 ദിവസം ഭംഗിയായി ഷൂട്ടിംഗ് കഴിഞ്ഞപ്പോൾ സംവിധായകൻ വലിയ ഹാപ്പി. പ്രൊഡ്യൂസർ ചോദിച്ചു, നമുക്ക് കമ്പനിക്ക് എന്താണ് കൊടുക്കേണ്ടത്, അതിൻ്റെ വാടക എന്തെങ്കിലും. അപ്പോൾ എക്സിക്യൂട്ടീവ് ശ്രീ ഷാജി ഒലോക്കോടായിരുന്നു, അദ്ദേഹം ചോദിച്ചു. അപ്പോൾ ഞാൻ സ്വാഭാവികമായിട്ടും ഞാൻ സതീശനെ കുറിച്ച് എൻ്റെ ഉടമയെ കണ്ടു, ഇങ്ങനെ ഷൂട്ടിങ് എന്താണ് പേയ്മെൻറ്റ് ചെയ്യേണ്ടതെന്ന് പ്രൊഡ്യൂസർ ചോദിക്കുന്നു. പക്ഷെ അദ്ദേഹം, എന്താണ് വിജയ നിങ്ങളീ പറയുന്നത് സതീശനും, നിങ്ങൾ ഞങ്ങളോട് വന്നൊരു ആവശ്യപ്പെട്ടൊരു